അപ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിരുന്നു, ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് സമ്മേളനം കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം മാധ്യമ സമ്മേളനം നമ്മൾ നടത്താമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി ബഡ്ജറ്റ് പാസ്സായി ആ സെഷൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 മാസമായി കോർപ്പറേഷൻ ഭരണസമിതി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കോർപ്പറേഷൻ ഭരണസമിതിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായും ആറ്റുകാൽ ട്രസ്റ്റുമായി ചേർന്ന് നന്ദിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും വിവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിലും ഒക്കെ തന്നെ പല മീറ്റിങ്ങും നടന്നു. കോർപ്പറേഷന്റെ ഫൈനൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇന്റർ ഡിപ്പാർട്ട്മെന്റ് യോഗം നാളെ വിളിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും വിവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിലും ഒക്കെ തന്നെ പല മീറ്റിങ്ങും നടന്നു. കോർപ്പറേഷന്റെ ഫൈനൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇന്റർ ഡിപ്പാർട്ട്മെന്റ് യോഗം നാളെ വിളിച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഇനി ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെങ്കിൽ ആ മേഖലയിൽ കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് അത്തരത്തിലുള്ള യോഗം വിളിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ യോഗം മേയറുടെ ചേംബറിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ യോഗത്തിലേക്ക് വരാൻ 5 മിനിറ്റ് വൈകി തന്നെ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെ ഞങ്ങൾ ഒരു മീറ്റിംഗ് ചേരുകയായിരുന്നു. ഏതൊക്കെ പ്രദേശത്താണ് ഇപ്പോൾ കുടിവെള്ള ക്ഷാമം ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത് വാട്ടർ അതോറിറ്റി ഇടപെട്ട് ഏറെക്കുറെ പരിഹരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ചില പ്രദേശങ്ങളിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഇന്ന് കൗൺസിലർമാരൊക്കെ അറിയിച്ചതനുസരിച്ച് ആ പ്രദേശങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെൻഡിങ് പോയിന്റുകളുടെ എണ്ണം കൂട്ടി, അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, മുമ്പ്